ഒരുക്കം ഡ്രാഗനെ വീഴ്ത്താൻ ഡ്രോൺ വ്യൂഹം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ചൈനയിൽ നിന്നുള്ള സൈനികാക്രമണ ഭീഷണി നേരിടാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി തായ്വാൻ ഡ്രോണുകളുടെ ഉപയോഗം അതിവേഗം കൂട്ടുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആളില്ലാ സംവിധാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് പാഠമായാണ് ഈ നടപടി. ആക്രമണത്തിനെത്തുന്ന സേനയെ നിരീക്ഷിക്കാനും പിന്തുടരാനും ആവശ്യമെങ്കിൽ പ്രത്യാക്രമണം നടത്താനും വൻതോതിൽ ഡ്രോണുകൾ ഉപയോഗിക്കുക എന്നതാണ് ഈ തന്ത്രം ലക്ഷ്യമിടുന്നത്. ആക്രമണ സേനയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അവയുടെ നീക്കങ്ങൾ പിന്തുടരുക, തായ്വാനിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് മുന്നേറ്റം തടസ്സപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തായ്വാൻ സൈന്യം അവരുടെ സൈനികാഭ്യാസങ്ങളിൽ ഡ്രോണുകളെ കൂടുതൽ വ്യാപകമായി ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ച ആരംഭിച്ച 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഹാൻ കുവാങ് സൈനികാഭ്യാസത്തിൽ നിരീക്ഷണ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിലും ശത്രുക്കളുടെ ആളില്ലാ വിമാനങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിലും സൈനികർ പരിശീലനം നേടി. താരതമ്യേന ചെലവ് കുറഞ്ഞ ആളില്ലാ വിമാനങ്ങൾ നിരീക്ഷണത്തിനും ആക്രമണങ്ങൾക്കും പ്രധാന മാർഗമായി മാറിയ യുക്രൈനിൽ നിന്നുള്ള പാഠങ്ങളാണ് ഡ്രോണുകൾക്കുള്ള ഈ ഊന്നലിനു പിന്നിൽ. ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ തായ്വാന് പരമ്പരാഗത സൈനിക ശേഷിയിൽ വലിയ പോരായ്മയുണ്ട്. തങ്ങളുടെ അസന്തുലിത പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനുള്ള മാർഗമായാണ് തായ്വാൻ ഡ്രോണുകളെ കാണുന്നത്. തായ്വാനെ തങ്ങളുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായാണ് ചൈന കണക്കാക്കുന്നത്. ഏകീകരണം സാധ്യമാക്കാൻ ബലപ്രയോഗത്തിനുള്ള സാധ്യതയും അവർ തള്ളിക്കളഞ്ഞിട്ടില്ല. ദ്വീപിന് ചുറ്റും വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിച്ചും വിവിധ ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അഭ്യാസം നടത്തിയും ബെയ്ജിംഗ് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കാറുണ്ട്. തായ്വാൻ ഒരു വലിയ ആഭ്യന്തര ഡ്രോൺ വ്യവസായം കെട്ടിപ്പടുക്കാനും ശ്രമിക്കുന്നു. 2030 പ്രതിമാസം 1 ലക്ഷം ഡ്രോണുകൾ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിൽ പകുതിയോളം കയറ്റുമതി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 2,10,000-ലധികം വ്യോമസമുദ്ര ആളില്ലാ സംവിധാനങ്ങൾ വാങ്ങാനും തായ്വാൻ സൈന്യത്തിന് പദ്ധതിയുണ്ട്. ആളില്ലാ സാങ്കേതിക വിദ്യ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി തായ്വാൻ തങ്ങളുടെ സൈന്യത്തിന്റെ ചില ഭാഗങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നുണ്ട്. തീരദേശ പ്രതിരോധത്തിനായി ഡ്രോണുകളെ സഞ്ചരിക്കുന്ന മിസൈലുകളുമായും പീരങ്കികളുമായും സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഒരു ലിറ്ററൽ കോമ്പാക്ട് കമാൻഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രോൺ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 5 വർഷത്തിനുള്ളിൽ ഏകദേശം $6.5 ബില്യൺ ചെലവഴിക്കാനാണ് സർക്കാർ നിർദ്ദേശം. തായ്വാനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ നൽകുന്ന പാഠം വ്യക്തമാണ്. ഒരു ആധുനിക സംഘർഷത്തിൽ പരമ്പരാഗത സൈനിക സേനകൾക്കൊപ്പം ചെറുതും ചിലവ് കുറഞ്ഞതുമായ ആളില്ലാ സംവിധാനങ്ങൾക്കും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. ആവശ്യമായ എണ്ണത്തിൽ അവ നിർമ്മിക്കുകയും ദ്വീപിന്റെ മൊത്തത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിലേക്ക് ഫലപ്രദമായി സംയോജിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.